ഇവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാദമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയാണ്. VT ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ പേര് രാമൻ ഭട്ടതിരിപ്പാടെന്നായിരുന്നു ആരുടെ പേര്? VT ഭട്ടതിരിപ്പാടിൻ്റെ പേര്, റിയൽ നെയിം രാമൻ ഭട്ടതിരി. അതുപോലെ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഓട്ടോബയോഗ്രഫി ഓഫ് VT ഭട്ടതിരിപ്പാട്. ആൻസർ കണ്ണീരും കിനാവും. അതുപോലെ VT ഭട്ടതിരിപ്പാടിൻ്റെ വിശ്വവിഖ്യാതമായ നാടകം ഏതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ വിശ്വവിഖ്യാതമായ നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാടിൻ്റെ വിശ്വവിഖ്യാതമായ നാടകം. ആൻസർ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. വർഷം ചോദിച്ചാൽ 1929 കേട്ടോ. ഫേമസ് ഡ്രാമ ഓഫ് VT ഭട്ടതിരിപ്പാട്. ആൻസർ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഇയർ 1929, 1929. അതുപോലെ പറയുകയാണെങ്കിൽ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ വാസ് ഫൗണ്ടഡ് ബൈ VT ഭട്ടതിരിപ്പാട് ഓൺ 1908. 1908 എന്തോ സ്ഥാപിച്ചു? യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. അതുപോലെ പറയുകയാണെങ്കിൽ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേമസ് ബുക്സ് ഓഫ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധങ്ങളായ ബുക്കുകൾ ഏതൊക്കെയാണ്? കരിഞ്ചന്ത, വെടിവട്ടം, കർമ്മവിഭാഗം, കാലത്തിൻ്റെ സാക്ഷി തുടങ്ങിയവ ആരുടെ ബുക്കുകളാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ ബുക്കുകളാണ്. ഫേമസ് ബുക്സ് ഓഫ് VT ഭട്ടതിരിപ്പാട്. ആൻസർ കരിഞ്ചന്ത, വെടിവട്ടം, കർമ്മവിഭാഗം, രജനീരംഗം, കാലത്തിൻ്റെ സാക്ഷി തുടങ്ങിയവ ആരുടെ ബുക്കുകളാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ ഫേമസ് ആയ ബുക്കുകളാണ്. അതുപോലെ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ VT ഭട്ടതിരിപ്പാടാണ് യാചനയാത്ര നടത്തിയത്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാടാണ് യാചനയാത്ര നടത്തിയത്. യാചനയാത്ര ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട്. വർഷം ചോദിച്ചാൽ 1931 കേട്ടോ. ഇയർ 1931. ഈ യാചനയാത്ര എവിടം മുതൽ എവിടം വരെ ആയിരുന്നു? എവിടം വരെയാണ് യാചനയാത്ര എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനം മുതൽ കാസർഗോട്ടുള്ള ചന്ദ്രഗിരി പുഴ വരെ കേട്ടോ. ഓർത്ത് വെച്ചുകൊള്ളുക. VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം മുതൽ കാസർഗോഡ് ജില്ലയിലുള്ള ചന്ദ്രഗിരി പുഴ വരെയാണ്. ഇനി നമ്മൾ പറയുന്നത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറയുകയാണ്. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ SNDPയുടെ ആദ്യകാല വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് SNDP. ആൻസർ ഡോക്ടർ പൽപ്പു. അതുപോലെ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പൽപ്പുവാണ് മലബാർ എക്കണോമിക് യൂണിയന്റെ സ്ഥാപകൻ, ഫൗണ്ടർ ഓഫ് മലബാർ എക്കണോമിക് യൂണിയൻ. ആൻസർ ഡോക്ടർ പൽപ്പു. അതുപോലെ ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ. ആൻസർ ഡോക്ടർ പൽപ്പു. ഫൗണ്ടർ ഓഫ് ഈഴവ മഹാസഭ. ആൻസർ ഡോക്ടർ പൽപ്പു. അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയലിൻ്റെ നേതാവ് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. Dr. Palpu was the leader of Eedava Memorial on 1896. 1896 ഈഴവ മെമ്മോറിയലിൻ്റെ നേതാവ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവിൻ്റെ ബുക്കായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്നൊരു ബുക്ക് രചിക്കുകയുണ്ടായി? ഡോക്ടർ പൽപ്പു രചിക്കുകയുണ്ടായി. അതുപോലെ ഡോക്ടർ പൽപ്പു തൻ്റെ മാനസപുത്രനായി കണക്കാക്കിയിരുന്നത് ആരെയാണ്? ഡോക്ടർ പൽപ്പു തൻ്റെ മാനസപുത്രനായി കണക്കാക്കിയിരുന്നത് ആരെയാണ്? കുമാരനാശാനെയാണ്. അതുപോലെ തന്നെ മൈസൂറിൽ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ഡോക്ടർ പൽപ്പു.
മൈസൂറിൽ അദ്ദേഹം ജയിൽ സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ പൽപു വാസ് വർക്കിംഗ് ജയിൽ സൂപ്രണ്ട് അറ്റ് മൈസൂറിൽ ഇതിൻ്റെ ആ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി ആരാണ്? ഡോക്ടർ പൽപുവാണ്. തിരുവിതാംകൂറിലെ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി ആരായിരുന്നു? ഡോക്ടർ പൽപു ആയിരുന്നു. ഡോക്ടർ പൽപു വാസ് ദ ഫസ്റ്റ് മെഡിക്കൽ ഗ്രാജുവേറ്റ് ഫ്രം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി ആരായിരുന്നു? ഡോക്ടർ പൽപു ആയിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ ഡോക്ടർ പൽപുവിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞു? VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ AK ഗോപാലനെ കുറിച്ച് പറയുകയാണ്. AK ഗോപാലൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം AK ഗോപാലൻ എന്ന് പറയുമ്പം ലോകസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഫസ്റ്റ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. ആൻസർ എന്താണ്? AK ഗോപാലൻ. അതിൽ ഫസ്റ്റ് മലയാളി ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. ആൻസർ എന്താണ്? AK ഗോപാലൻ. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ മലയാളി. ആൻസർ എന്താണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ്റെ ആത്മകഥ ഏതാണ്? AK ഗോപാലൻ്റെ ആത്മകഥ ചോദിച്ചാൽ ഏതാണ്? AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. ഓട്ടോബയോഗ്രഫി ഓഫ് AK ഗോപാലൻ. ആൻസർ എൻ്റെ ജീവിതകഥ. അതുപോലെ പറയുകയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ. ആൻസർ AK ഗോപാലൻ. അതുപോലെ AK ഗോപാലനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലൻ കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്. ആൻസർ AK ഗോപാലൻ. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്. ആൻസർ AK ഗോപാലൻ. അതുപോലെ AK ഗോപാലനാണ് പട്ടിണി ജാഥ നടത്തിയത്. നടത്തി ആരാണ്? AK ഗോപാലൻ. 1936 സ്റ്റാർവേഷൻ മാർച്ച് നയിച്ചതാരായിരുന്നു? പട്ടിണി ജാഥ നയിച്ചതാരായിരുന്നു? AK ഗോപാലനായിരുന്നു. എവിടെ മുതൽ ഇടം വരെയാം? മലബാർ മുതൽ മദ്രാസ് വരെ, കണ്ണൂർ മുതൽ ചെന്നൈ വരെ കേട്ടോ. കണ്ണൂർ ടു ചെന്നൈ. അതുപോലെ AK ഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ എവിടെയാണ്? ന്യൂഡൽഹി. AKG സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം. AKG ഭവൻ ന്യൂഡൽഹി. AKG സെന്റർ തിരുവനന്തപുരം. AKG സമാധിസ്ഥലം എവിടെയാണ്? AKGയുടെ സമാധിസ്ഥലം എവിടെയാണ്? പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ കേട്ടോ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് AK ഗോപാലൻ. ആൻസർ പയ്യാമ്പലം ബീച്ച്. AKGയുടെ സ്മാരകം എവിടെയാണ്? കണ്ണൂർ. AKG മെമ്മോറിയൽ എവിടെയാണ്? കണ്ണൂരിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളേറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ആർക്കും വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. വീഡിയോ കാണുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കേട്ട് പഠിക്കുക കേട്ടോ.